ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ പപ്പായ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ഐസ്ക്രീമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രഷ് ക്രീമാണിത്. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഹാൻഡ് മിക്സർ ഇല്ലാത്തവർ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഫ്രഷ് ക്രീം ഇതുപോലെ നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീമിലേക്ക് ഇതിൻ്റെ 1/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇത്ര അധികം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ നല്ല കളറുള്ള പപ്പായ ആണെങ്കിൽ വേറെ നമുക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിലേക്ക് ഞാൻ വേറെ കളറുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ പപ്പായൻ്റെ കളറിൽ തന്നെയാണ് ഐസ്ക്രീം ഉള്ളത്. ഇനി അരച്ചെടുത്തിട്ടുള്ള പപ്പായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഐസ്ക്രീം ഇതുപോലെ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഞാൻ ഇതുപോലൊരു മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാലും മതി. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഐസ്ക്രീം ഇതുപോലെ ഒന്ന് സെറ്റായ ശേഷം നമുക്കൊന്ന് ഇത് ഇളക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ശരിക്കും ഐസ്ക്രീമിൻ്റെ നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നേരത്തെ ഒഴിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഐസ്ക്രീം എപ്പോഴും നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഓവർനൈറ്റെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്യാം. അപ്പോൾ പപ്പായ ഐസ്ക്രീമൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല കളറുള്ള പപ്പായ വെച്ചിട്ട് തന്നെ ഐസ്ക്രീം തയ്യാറാക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ നല്ല കളറുള്ള പപ്പായ ആണെങ്കിൽ ഇതുപോലെ നല്ല കളറിലുള്ള ഐസ്ക്രീം കിട്ടും. വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്